നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് BJP സ്ഥാനാർത്ഥികൾ ഒരു പാഠം പഠിച്ചിരിക്കുകയാണ്. ആ പാഠം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കുകയുണ്ടായി. നിങ്ങൾ, അതായത് BJPക്കാരെല്ലാം തന്നെ സുരേഷ് ഗോപിയെ റോൾ മോഡലാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2019 സുരേഷ് ഗോപി അവിടെ മത്സരിച്ചു, ലോക്സഭയിലേക്ക് പരാജയപ്പെട്ടു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായ ഇടപെടൽ നടത്തി. ആ ഇടപെടലിലൂടെ മണ്ഡലം മുഴുവൻ മനസ്സിലാക്കുകയും മണ്ഡലത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് 2024 ഈ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതാണ് അത്തരത്തിൽ ഒരു റോൾ മോഡലാക്കൂ എന്ന് ശോഭാ സുരേന്ദ്രൻ പറയാൻ കാരണം. അതാണ്, അതുതന്നെയാണ് താനും ചെയ്യാൻ പോകുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഏറ്റവും അവസാന നിമിഷം ആലപ്പുഴയിലേക്ക് ഇറക്കിയ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ വരുന്നതല്ല. അങ്ങനെ BJPക്ക് 6 A ക്ലാസ് മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതോടെ 7 A ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്തു. അവിടെ ഏതാണ്ട് 3 ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത്. 2019 ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ മത്സരിക്കുമ്പോൾ അന്ന് സമ്പത്തും അടൂർ പ്രകാശിനോടും എതിരിട്ട സമയത്ത് 2,48,000 വോട്ടാണ് നേടിയത്. അവിടെ BJPക്ക് ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ 3 ലക്ഷം വോട്ടാണ് ആലപ്പുഴയിൽ നേടിയത്. 2019 BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, ഞാൻ ഇനി ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും. ഇവിടുത്തെ ആലപ്പുഴക്കാരുടെ, തീരദേശത്തെ നിവാസികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും അത് കണ്ടറിയുന്നതിനുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ മറ്റ് മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥിയും എടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയും അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അനിൽ ആന്റണി തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഓഫീസ് തുറക്കാനും ആലോചനയുണ്ട്. ഓഫീസ് പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടരും എന്നാണ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഡൽഹിയിലാണ് ഇപ്പോൾ അനിൽ ആന്റണി. പാർട്ടി ദേശീയ സെക്രട്ടറിയായ അനിൽ ചില യോഗങ്ങളിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയത്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തരക്കേടില്ലാത്ത പ്രകടനം നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. പ്രവചനങ്ങളിൽ പത്തനംതിട്ട BJP പിടിച്ചെടുക്കുമെന്ന് വരെ ഉണ്ടായിരുന്നു. 1 മുതൽ 4 സീറ്റുകൾ വരെയാണല്ലോ കേരളത്തിൽ നേടുമെന്ന് പറഞ്ഞത്. അതിലൊന്ന് തൃശ്ശൂരിൽ തന്നെ വിജയം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും അനിൽ ആന്റണി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടരാൻ ദേശീയ നേതൃത്വം അനിലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി പരാജയത്തിന് ശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതാണ് ഇത്തവണ വിജയത്തിലെത്തിയത്. 2019 K സുരേന്ദ്രനായിരുന്നു പത്തനംതിട്ടയിൽ മത്സരിച്ചത്. അന്ന് 2 ലക്ഷത്തിലധികം വോട്ടാണ് നേടിയത്. ശബരിമലയിലെ യുവതീ പ്രവേശനം എന്ന അനുകൂല ഘടകവും ഉണ്ടായിരുന്നു. ഇത്തവണ അനുകൂല ഘടകങ്ങൾ കുറവായിട്ടും 2,34,406 വോട്ടുകൾ അനിൽ ആന്റണിക്ക് ലഭിച്ചു. CPMലെ തോമസ് ഐസക്കുമായുള്ള വോട്ട് വ്യത്യാസം 67,000 വോട്ട് മാത്രമാണ്. കുറച്ചു മാസത്തെ പ്രചാരണത്തിലൂടെ ഇത്രയും വോട്ട് ലഭിച്ചെങ്കിൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ പ്രകടനം മെച്ചപ്പെടുത്താമെന്നാണ് അനിലിൻ്റെയും പാർട്ടിയുടെയും പ്രതീക്ഷ. അങ്ങനെ BJP സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്.